يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك يفلحون. സഹോദരന്മാരെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 7-ാമത്തെ ആയത്ത് മുതലാണ് എടുത്തിരുന്നത്. അവസാനം 9-ാമത്തെ ആയത്തിലാണ് നമ്മൾ അവസാനിപ്പിച്ചത്. അതില് 8-ാമത്തെ വചനം കഴിഞ്ഞു. അതിനുശേഷം 8-ാമത്തെ വചനത്തിൽ പറഞ്ഞത് ലിൽ ഫുഖറാഇ, ദരിദ്രന്മാരായിട്ടുള്ളവർക്ക്, അൽ മുഹാജിരീന, മുഹാജിരീങ്ങളായ, അല്ലദീന അവർ, ഉഖ്രിജു അവർ പുറത്താക്കപ്പെട്ടു, ഉഖ്രിജു അവർ പുറത്താക്കപ്പെട്ടു, മിൻ ദിയാരിഹിം തങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന്. അപ്പൊ തങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ, വ അംവാലിഹിം തങ്ങളുടെ സമ്പത്തിൽ നിന്നും, യബ്തഗൂന അവർ ആഗ്രഹിക്കുന്നു, ഫദ്ലം മിനല്ലാഹി അല്ലാഹുവിൽ നിന്നുള്ള ഫദ്ലിനെ അഥവാ അനുഗ്രഹത്തെ, വരിദ്വാന അല്ലാഹുവിന്റെ പൊരുത്തത്തെയും. മാത്രമല്ല വയൻസുറൂനല്ലാഹ അവർ അല്ലാഹുവിനെ സഹായിക്കുന്നു, വറസൂലഹു അവന്റെ റസൂലിനെയും. അല്ലാഹു അവരെ കുറിച്ച് പറയുന്നു, ഉലൈക അവർ, ഹുമുസ്സാദിഖൂൻ അവർ തന്നെയാകുന്നു സത്യവാൻമാർ. നമ്മളത് വിശദീകരിച്ച് മനസ്സിലാക്കിയതാണ്. തുടർന്ന് പറയാം, വല്ലദീന തബവ്വഉ, വല്ലദീന യാതൊരു കൂട്ടരും എന്ന് പറഞ്ഞാൽ അവരും ഫൈത്ത് മുതലിന് അവകാശികളാകുന്നു. അവരാരാണ്? തബവ്വഉ അവർ, വല്ലദീന യാതൊരു കൂട്ടരും അവരാരാണ്? തബവ്വഉ അവർ ഒരുക്കി വെച്ചു, അദ്ദാറ ഭവനത്തെ, വൽ ഈമാന വിശ്വാസത്തെയും, മിൻ ഖബ്ലിഹിം അവരുടെ മുമ്പ്, അഥവാ മുഹാജിറുകളുടെ മുമ്പ്, അവർ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് എന്നർത്ഥം. യുഹിബ്ബൂന അവർ ഇഷ്ടപ്പെടുന്നു, മൻ ഹാജറ ഇലൈഹിം തങ്ങളിലേക്ക് ഹിജറ വന്നവരെ, വലാ യജിദൂന അവർ കാണുന്നുമില്ല, ഫീ സുദൂരിഹിം അവരുടെ മനസ്സുകളിൽ, ഹാജതൻ ഒരാവശ്യവും, മിമ്മ ഊതു അവർ നൽകപ്പെട്ടതിൽ, അഥവാ മുഹാജിറുകൾക്ക് നൽകപ്പെട്ടതിൽ അൻസാറുകളായ ഈ ആളുകൾ ഒരാവശ്യവും കാണുന്നില്ല. വയുഅ്സിറൂന അവർ പ്രാധാന്യം നൽകുകയും ചെയ്യുന്നു, അലാ അൻഫുസിഹിം തങ്ങളെക്കാൾ, സ്വദേഹങ്ങളെക്കാൾ, വലൗ കാന ബിഹിം ഖസാസ അവർക്ക് പട്ടിണി ഉണ്ടായിട്ടും, വലൗ കാന ബിഹിം അവർക്കുണ്ടായിട്ട് പോലും, ഖസാസ ഖസാസ എന്ന് പറഞ്ഞാൽ അൽ ഫഖർ പട്ടിണി അല്ലെങ്കിൽ ദാരിദ്ര്യം. വമൻ യൂഖ ആർ സംരക്ഷണം നൽകപ്പെട്ടുവോ, ആർ കാത്ത് രക്ഷിക്കപ്പെട്ടുവോ, ശുഹ നഫ്സിഹി തന്റെ മനസ്സിന്റെ പിശുക്കിൽ നിന്നും, ഫഉലൈക എന്നാൽ അക്കൂട്ടർ, ഹുമുൽ മുഫ്ലിഹൂൻ അവരാകുന്നു വിജയികൾ. ഈ ആയത്താണ് നമ്മൾ അവസാനമായി എടുത്തിരുന്നത്, വിശദീകരിച്ചിരുന്നത്. ഇതില് പല മുഫസ്സിരീങ്ങളും, ഇമാം ഇബ്നു ആശൂർ റഹ്മത്തുള്ളാഹി പോലുള്ള മുഫസ്സിരീങ്ങൾ പറഞ്ഞ ഒരു കാര്യം, ദാർ എന്നതിന് വീട് അല്ലെങ്കിൽ വാസസ്ഥലം, ഭവനം എന്ന അർത്ഥമുള്ളത് പോലെ തന്നെ ബലദ് എന്നൊരു അർത്ഥം കൂടി അതിനുണ്ട്. വല്ലദീന തബവ്വഉ ദാറ, അപ്പോ രാജ്യം ഒരുക്കി വെച്ചവർ എന്നൊരർത്ഥം അതിനുണ്ട്. ഖുർആനിൽ തന്നെ ആ അർത്ഥത്തിൽ ആ പദം പ്രയോഗിച്ചത് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു രാജ്യവുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്ത് കാണാം, ഫഅസ്ബഹു ഫീ ദാരിഹിം ജാതിമീൻ. സൂറത്തുൽ അഅറാഫിലെ 78-ാമത്തെ ആയത്തിൽ കാണാം,
ഫഅസ്ബഹു അങ്ങനെ അവരായി തീർന്നു ഫീ ദാരിഹിം അവരുടെ നാടിൽ. കണ്ടോ, അവരുടെ നാട്ടിൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ജാസിമീൻ മുഖം കുത്തി വീണവരായി എന്ന് പറഞ്ഞാൽ നശിപ്പിക്കപ്പെട്ടവരായി തീർന്നു. ഐ ഫീ മദീനത്തിഹിം വഹിയ ഹിജ്ർ സമൂദ്. പ്രാമാണികരായ മുഫസ്സിറുകൾ പറയുന്നു അവരുടെ വീടുകളിൽ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ ദാറുകളിൽ എന്ന് പറഞ്ഞാൽ അവരുടെ നാടുകളിൽ എന്നാൽ നാട്ടിൽ എന്നാകുന്നു. അപ്പോ ഇവിടെ വല്ലദീന തബവ്വഉദ്ദാറ എന്ന് പറഞ്ഞിടത്ത് ആ ഒരു വ്യാഖ്യാനം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലെ. നാട് ഒരുക്കി വെച്ചവർ മാത്രമല്ല, പല മുഫസ്സിറുകളും ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയുള്ള പണ്ഡിതന്മാര്, മദ്ഹബിന്റെ ഇമാമിങ്ങൾ അല്ലെ, അവർ പറയുന്നത് കാണാൻ സാധിക്കും. മാലിക് ഇമാമ് പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രശംസിച്ചു പറഞ്ഞ സ്ഥലമാകുന്നു മദീന. മദീനയുടെ ഫദ്ലിൽപ്പെട്ടതാണെന്ത്, അള്ളാഹു ആ നാടിനെ പ്രശംസിച്ചിട്ടുണ്ട്. അതെന്താണ്? സത്യവിശ്വാസത്തോട് ചേർത്താണ് ആ നാടിനെ കുറിച്ച് പറഞ്ഞത്. വല്ലദീന തബവ്വഉദ്ദാറ നാട് ഒരുക്കി വെച്ചവരും, വൽ ഈമാന വിശ്വാസവും. അപ്പൊ വിശ്വാസം എന്തുമാത്രം പ്രാധാന്യം അർഹിക്കുന്നതാണോ അതുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സ്ഥലമാകുന്നു മദീന അൽ മുനവ്വറ. ഈ ആയത്തിറങ്ങുന്ന കാലത്ത് അതിന് മദീന എന്നല്ല പേര്, യസ്രിബ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ ആ യസ്രിബിനെ പ്രശംസിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിന്റെ മഹത്വമാണ് അതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പോലുള്ള പണ്ഡിതന്മാർ, മുഹദ്ദിസീങ്ങൾ ആ വചനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കാണാൻ സാധിക്കും. അപ്പോ വല്ലദീന യാതൊരു കൂട്ട തബവ്വഉദ്ദാറ വൽ ഈമാന, നാടും വിശ്വാസവും അല്ലെങ്കിൽ വാസസ്ഥലവും വിശ്വാസവും ഒരുക്കി വെച്ച ഒരു കൂട്ടർ. പിന്നെ യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജത്തൻ മിമ്മാ ഊതു. നേരത്തെ പറഞ്ഞതാണത്. തങ്ങളിലേക്ക് ഹിജ്റ വന്നവരെ അവർ ഇഷ്ടപ്പെടുന്നു അല്ലെ. യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം, അവർ ഇഷ്ടപ്പെടുന്നു. അത് അള്ളാഹു അവരെ കുറിച്ച് പറഞ്ഞ കാര്യം കൂടിയാണ്. അപ്പൊ ആ മഹത്വത്തിന് അവർ അർഹരാകുന്നു. തങ്ങളിലേക്ക് ഹിജ്റ വന്ന ആളുകളെ അവരെന്ത് ചെയ്തു? ഇഷ്ടപ്പെട്ടു. പിന്നെ യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം എന്ന് പറഞ്ഞാൽ മിൻ കറമിഹിം വ ശറഫി അൻഫുസിഹിം, അവരുടെ മനസ്സിന്റെ ഉത്കൃഷ്ടത കൊണ്ടാണ് അവർ ഈ വന്ന ആളുകളെ ഇഷ്ടപ്പെട്ടത്. അതാണ് അള്ളാഹു അവരെ കുറിച്ച് പറഞ്ഞത്. എന്ത്? യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം. പിന്നെ വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജത്തൻ മിമ്മാ ഊതു, അവർക്ക് നൽകപ്പെട്ടതിൽ ഇവർ ഒരു പ്രയാസവും കണ്ടില്ല, അല്ലെങ്കിൽ അവർക്കൊരു ആവശ്യം അവർ കണ്ടില്ല. വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ, അവർക്ക് പട്ടിണി ഉണ്ടായിട്ട് പോലും അവർ തങ്ങളുടെ സഹോദരന്മാർക്ക് പ്രാധാന്യം നൽകി. അത് വിശദീകരിക്കുന്നിടത്ത് കാണാം. മുഫസ്സിരീങ്ങൾ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയാണ്, ഫഇന്ന ഹഉലാഇ തസദ്ദഖു, ഈ കൂട്ടർ സത്യപ്പെടുത്തി, വഹും യുഹിബ്ബൂന മാ തസദ്ദഖു ബിഹി അല്ലേ, വഖദ് ലാ യകൂനു ലഹും ഹാജത്തുൻ ഇലൈഹി വലാ ദറൂറത്തുൻ ബിഹി. മുഹാജിരീങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂൽ കൊടുത്തതിൽ ഇവർ ഒരു ആവശ്യവും കണ്ടില്ല. വഹഉലാഇ ആസറു അലാ അൻഫുസിഹിം, അവർ തങ്ങളെക്കാൾ പ്രാധാന്യം നൽകി. മഅ ഖസാസതിഹിം അല്ലേ, അവർക്ക് ദാരിദ്ര്യം ഉണ്ടായതോടൊപ്പം തന്നെ വഹാജതിഹിം ഇലാ മാ അൻഫഖൂഹു, അല്ലാഹുവിന്റെ റസൂൽ എന്താണോ അവർക്ക് കൊടുത്തത് ആ കൊടുത്തതിൽ ഇവർക്കും ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഇവർ അതിന് ആവശ്യക്കാർ തന്നെയാണ്. പക്ഷെ എന്നിട്ടും അവർ എന്ത് ചെയ്തില്ല? അതിൽ ആവശ്യം കണ്ടില്ല. വമിൻ ഹാദൽ മഖാമി തസദ്ദഖ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഈ പറഞ്ഞ ഗണത്തിൽ ഈ സ്ഥാനത്തിന് അർഹനാണത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതെന്താണ് കാരണം? അദ്ദേഹം നൽകി ബി ജമീഇ മാലിഹി, തബൂക്ക് യുദ്ധത്തിന് ധനം സമാഹരിച്ചപ്പോ തന്റെ മുഴുവൻ സമ്പത്തും ധനവും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തു, അവിടെ പ്രവാചകന്റെ മുമ്പിൽ സമർപ്പിച്ചു. അപ്പൊ സ്വന്തത്തെക്കാൾ അദ്ദേഹം പ്രാധാന്യം നൽകിയത് അള്ളാഹുവിന്റെ ദീനിനാണ്. കണ്ടോ? ഫഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ റസൂൽ അദ്ദേഹത്തോട് ചോദിച്ചു, മാ അബ്ഖൈത ലി അഹ്ലിക്, അബൂബക്കർ സിദ്ദീഖ് നിങ്ങൾ എന്താണ് നിങ്ങളുടെ വീട്ടിൽ അവശേഷിപ്പിച്ചത്, കുടുംബത്തിന് വേണ്ടി അവശേഷിപ്പിച്ചത്? ഫഖാല റളിയല്ലാഹു അൻഹു, അപ്പോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബ്ഖൈതു ലഹുമുല്ലാഹ വ റസൂല, ഞാൻ അള്ളാഹുവിനെയും റസൂലിനെയും അവർക്ക് വേണ്ടി അവശേഷിപ്പിച്ചിരിക്കുന്നു. മനസ്സിലായല്ലോ? വഹകദ അൽ മാഉ, മറ്റൊരു സംഭവം കാണാൻ സാധിക്കും. അല്ലദീ അറദ അല ഇക്രിമ, യർമൂക്ക് യുദ്ധം നടന്ന സന്ദർഭത്തിൽ അവിടെ പരിക്ക് പറ്റി
മരണാസന്നനായി കിടക്കുന്ന സ്വഹാബിയായിരുന്നു ഇക്രിമ റളിയല്ലാഹു അൻഹു, അബൂജഹലിന്റെ മകൻ ഇക്രിമ റളിയല്ലാഹു അൻഹു. അതേപോലെ തന്നെ മറ്റു രണ്ട് സ്വഹാബിമാരും മരണാസന്നരായി കിടക്കണം. ഫകുല്ലും മിൻഹും യഅ്മുറു യദ്ഫഉഹു ഇലാ സ്വാഹിബിഹി ബിദഫഇഹി ഇലാ സ്വാഹിബിഹി. അങ്ങനെ വെള്ളം അങ്ങേയറ്റം വെള്ളത്തിന് ദാഹിച്ച് കിടക്കുന്ന സമയത്ത് തന്റെ അടുക്കേക്ക് വെള്ളം കൊണ്ടുവന്നപ്പോ അദ്ദേഹം കേൾക്കുകയാണ്, തൊട്ടപ്പുറത്തുനിന്ന് ഒരു സഹാബി തന്റെ സഹോദരൻ അവിടുന്ന് കരയുന്നത്, വെള്ളത്തിന് വേണ്ടി കേൻ അപേക്ഷിക്കുന്നത്. അപ്പോ മരണം ആസന്നമായ സമയത്ത് പോലും ഇക്രിമ റളിയല്ലാഹു അൻഹു അത് കൊടുക്കാൻ വേണ്ടി തനിക്ക് വേണ്ട തന്റെ സഹോദരന് കൊടുക്കൂ എന്ന് ആവശ്യപ്പെടാണ്. വഹുവ ജരീഹുൻ, അദ്ദേഹമാകട്ടെ മുറിവ് പറ്റി വളരെ മാരകമായ പരിക്ക് പറ്റിയിട്ടാണ് കിടക്കുന്നത്. പക്ഷേ അദ്ദേഹം ആ വെള്ളം തനിക്ക് ആവശ്യമുണ്ടായിട്ട് പോലും അത് തന്റെ സഹോദരന് കൊടുക്കാൻ വേണ്ടി പറയുന്നു. ഫറദ്ദഹുൽ ആഖർ. അപ്പോ രണ്ടാമത്തെ ആളെടുത്ത് വെള്ളവുമായി ചെന്നപ്പോ രണ്ടാമത്തെ ആള് കേൾക്കാണ്, തൊട്ടപ്പുറത്തുനിന്ന് വെള്ളത്തിന് വേണ്ടി അപേക്ഷിക്കുന്ന ധീരരോദനം. അപ്പൊ അദ്ദേഹം പറയണത് ഫറദ്ദഹുൽ ആഖറു ഇല സാലിസി, മൂന്നാമത്തെ ആൾക്ക് കൊടുക്കാൻ വേണ്ടി പറയാണ്. ഫമാ വസല ഇല സാലിസി ഹത്താ മാതു അൻ ആഖിരിഹിം. ഈ മൂന്ന് പേരും വെള്ളത്തിന് ഏറെ ആവശ്യമുണ്ടായിട്ടും മാരകമായ മുറിവ് പറ്റി മരണാസന്നരായി കിടക്കുന്ന സമയത്ത് പോലും തങ്ങളെക്കാൾ തങ്ങൾ സഹോദരന്മാർക്കാണ് അവർ പ്രാധാന്യം നൽകിയത്. വലം യശ്രിബുഹു അഹദും മിൻഹും റളിയല്ലാഹു അൻഹും വഅർദാഹും. ഇസ്ലാമിൽ ഉദ്ധരിക്കാണ്, ആ മൂന്ന് സഹാബിമാരും അങ്ങനെ വെള്ളം കുടിക്കാതെയാണ് മരിച്ചത്. നമ്മളെ കുറിച്ച് ആലോചിക്കേണ്ട കാര്യമാണ്. യുദ്ധത്തിന്റെ സന്ദർഭത്തിലൊന്നുമല്ല ചെറിയ എന്തെങ്കിലുമൊക്കെ പ്രയാസം നേരിടുമ്പോ തന്നെ നമ്മൾ പങ്കിട്ട് കൊടുക്കാൻ, നമ്മൾക്ക് അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ പങ്കിടാൻ താല്പര്യം കാണിക്കുന്നവരാണോ അതല്ല സ്വാർത്ഥത കാണിക്കുന്നവരാണോ എന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. ഈ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു സംഭവം കാണാം. മഹാനായ സ്വഹാബി ത്വൽഹ റളിയല്ലാഹു അൻഹുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒരു പ്രാവശ്യം പ്രവാചകന്റെ ഒരു പള്ളിയിലേക്ക് ഒരു അതിഥി ഒരാൾ വരികയാണ്. അള്ളാഹുവിന്റെ റസൂലെ വല്ലതും കഴിക്കാൻ കിട്ടണമെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്, പട്ടിണി കിടന്നിട്ട് പ്രയാസപ്പെട്ടുകൊണ്ട്. അപ്പോ പ്രവാചകൻ തന്റെ ഭാര്യമാരോട് അന്വേഷിച്ചു. അപ്പൊ അവിടെ ഒന്നും ഒരു സാധനമില്ല, ഭക്ഷണം ആയി കൊടുക്കാൻ പറ്റിയ ഒന്നുമില്ല. അപ്പൊ പ്രവാചകൻ ചോദിച്ചു, അലാ റജുലുൻ യുദീഫു ഹാദിഹിൽ ലൈല റഹിമഹുല്ലാഹ്. സഹാബത്തോട് ചോദിച്ചു, ആരാണ് ഈ സഹോദരനെ സഹോദരനെ അതിഥിയായി സ്വീകരിക്കുക? ഫഖാമ റജുലുൻ മിനൽ അൻസാർ. അപ്പൊ ഒരു അൻസാരിയായ ഒരാൾ എഴുന്നേറ്റ് നിന്നു. ഫഖാല അന യാ റസൂലല്ലാഹ്. അദ്ദേഹം പറഞ്ഞു, എന്ത്? ഞാൻ അദ്ദേഹത്തെ അതിഥിയായി സ്വീകരിക്കാം പ്രവാചകരെ. ഫദഹബ ഇലാ അഹ്ലിഹി ഫഖാല ലി ഇംറഅതിഹി. എന്നിട്ട് തന്റെ വീട്ടിലേക്ക് പോയിട്ട് ഭാര്യയോട് പറയണത്, ഹാദാ ദൈഫു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് അള്ളാഹുവിന്റെ റസൂലിന്റെ അതിഥിയാണ്. നീ വല്ലതുമൊക്കെ വീട്ടിൽ ഭക്ഷണമായി കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് കൊടുക്കണം. അപ്പൊ അവര് പറയണത്, ഫഖാലത്ത് വല്ലാഹി മാ ഇൻദി ഇല്ലാ ഖൂത സ്വബിയ്യ. കേട്ടോ, ഇവിടെ കുട്ടികൾക്ക് കൊടുക്കാനുള്ള കുറച്ച് ഭക്ഷണമല്ലാതെ മറ്റൊന്നുമില്ല. ഫഇദാ അറാദ സ്വബിയ്യ അൽ അശാഅ ഫനവ്വിമീഹിം. അപ്പോ ഭർത്താവ് ഭാര്യക്ക് നിർദ്ദേശം കൊടുക്കാണ്, കുട്ടികൾ ഭക്ഷണത്തിന് വേണ്ടി ആവശ്യപ്പെടുമ്പോ നീ അവരെ പതുക്കെ ഉറക്കുക, എന്നിട്ട് നീ ആ ഉള്ള ഭക്ഷണം കൊണ്ടുവരിക. എന്നിട്ട് എന്ത് ചെയ്യാ? വിളക്ക് അണക്ക. അന്നത്തെ വെളിച്ചം ഇതിന് ഉപയോഗിക്കുന്ന വിളക്കുണ്ട്, ആ വിളക്ക് അണക്ക. എന്നിട്ട് ആ ഉള്ള ഭക്ഷണം പാത്രത്തിൽ വിളമ്പി ഭക്ഷണം കഴിക്കുന്നത് പോലെ ആംഗ്യം കാണിക്കുക. എന്നിട്ട് പറയണേ, ഈ സംഭവം പറഞ്ഞുകൊണ്ട് പ്രവാചക തിരുമേനി വരെ അലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ. പിന്നെ രാവിലെ ഈ അബൂ തൽഹ റളിയല്ലാഹു അൻഹു അൻസാരിയായ അദ്ദേഹം പ്രവാചകന്റെ അടുക്കലേക്ക് വന്നപ്പോ പ്രവാചകൻ പറയാണ്, ലഖദ് അജിബല്ലാഹു അസ്സ വജൽ. അല്ലാഹു ആശ്ചര്യം കാണിച്ചു, അത്ഭുതപ്പെട്ടു. അല്ലെങ്കിൽ ഔദഹിക മിൻ ഫുലാനിൻ വ ഫുലാന. ഇന്ന ആളുടെയും ഇന്ന സ്ത്രീയുടെയും കാര്യത്തിൽ അല്ലാഹു ചിരിച്ചു. മറ്റൊരു റിപ്പോർട്ടില് അല്ലാഹു ആശ്ചര്യം കാണിച്ചു, അത്ഭുതപ്പെട്ടു. വ അൻസലല്ലാഹു തആല. അപ്പൊ അല്ലാഹു അവതരിപ്പിച്ചു, വയുസിറൂന അലാ അൻഫുസിഹിം. അവർ സ്വന്തത്തേക്കാൾ പ്രാധാന്യം നൽകുന്നു. വലൗ കാന ബിഹിം ഖസാസ. അവർക്ക് പട്ടിണി ഉണ്ടായിട്ട് പോലും, അവർക്ക് ദാരിദ്ര്യം ഉണ്ടായിട്ട് പോലും. അപ്പോ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. ഇന്ന് അങ്ങനെയൊന്നും അല്ലലും അലട്ടലൊന്നും ഇല്ലെങ്കിൽ പോലും മറ്റുള്ളവരെ കൂടി കണ്ടറിയാൻ, അവരുടെ പ്രയാസം കണ്ടറിയാൻ നമ്മളൊക്കെ പരിശ്രമിക്കാറുണ്ടോ എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വിശ്വാസത്തിന്റെ
പിന്നെ അനന്തര ഫലമാണ്, വിശ്വാസത്തിന്റെ അനന്തര ഫലമായിട്ടുണ്ടാകേണ്ട കാര്യമാണ് സഹജീവി സ്നേഹം എന്നത്. ഏത് മനുഷ്യനായിരുന്നാലും വിശ്വാസി എന്നോ അവിശ്വാസി എന്നോ വ്യത്യാസമില്ലാതെ ഏത് മനുഷ്യർക്കും റസൂൽ പറഞ്ഞെന്താ, പച്ചക്കരളുള്ള ഏതൊരു ജീവിക്ക് ഗുണം ചെയ്യുന്നതും സ്വതക്കയാകുന്നു എന്നതാണ്. അപ്പൊ നമ്മളത് മനസ്സിലാക്കണം, അതിന്റെ മഹത്വം ഉൾക്കൊള്ളണം. ഈ സ്വാർത്ഥത, സങ്കുചിതത്വം, സ്വന്തം കാര്യം എന്നത് വിശ്വാസിക്ക് ഭൂഷണമേ അല്ല. പിന്നെ ആയത്ത് അവസാനിപ്പിക്കണം, وَمَن يُوقَ شُحَّ نَفْسِهِ فَأُولَٰئِكَ هُمُ الْمُفْلِحُونَ. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ് വമൻ യൂഖ. ആ പദം അന്ന് എല്ലാവരും എഴുതിയിട്ടുണ്ടാകും. വമൻ യൂഖ എന്താ അർത്ഥം? ആർ കാത്ത് സൂക്ഷിക്കപ്പെട്ടുവോ. വഖാ നമ്മുടെ അതിൽ കാണാൻ സാധിക്കും. വഖാ ഹബീബ് സാഹിബ് അതൊന്ന് പിന്നെ കാണിച്ചാൽ മതി. വഖാ എന്ന് പറഞ്ഞാൽ കാത്ത് രക്ഷിച്ചു അല്ലെങ്കിൽ കാത്ത് സൂക്ഷിച്ചു. മുദാരി യഖീ കാത്ത് സൂക്ഷിക്കുന്നു, കാത്ത് രക്ഷിക്കുന്നു. വഖിയൻ കാത്തു രക്ഷിക്കൽ. വഖാ യഖീ വഖിയൻ, അപ്പൊ കാത്ത് രക്ഷിച്ചു. പിന്നെ അതിന്റെ യഖീ എന്നതിന്റെ മജ്ഹൂൽ രൂപാണെന്ത്? യൂഖ കാത്ത് രക്ഷിക്കപ്പെട്ടു, സംരക്ഷണം നൽകപ്പെട്ടു. അതാണ് പദം. കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ട്, അത് പിന്നെ എഴുതിയിട്ടുണ്ടാവും നിങ്ങൾ. അപ്പോ വമൻ ആരാണോ യൂഖ കാത്തു രക്ഷിക്കപ്പെട്ടത്, എന്തിൽ നിന്ന്? ശുഹ നഫ്സിഹി തന്റെ മനസ്സിന്റെ പിശുക്കിൽ നിന്ന്. ശുഹ് എന്ന് പറഞ്ഞാൽ പിശുക്ക്. ശുഹ് ആ പദം എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന ഓർമ്മ. ഷഹ പിശുക്ക് കാണിച്ചു. അതേപോലെ തന്നെ ആർത്തിയുള്ളവനായി. കേവലം പിശുക്ക് കാണിക്കുന്നതിനല്ല ശുഹ എന്ന് പറയാം, അത് വിശദീകരിക്കുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പോ ശുഹ നഫ്സിഹി, ഷഹ യശുഹു ശുഹൻ, അങ്ങനെയാണ് ആ പദം. ഷഹ പിശുക്ക് കാണിച്ചു അല്ലെങ്കിൽ ആർത്തിയുള്ളവനായി. യശുഹു പിശുക്ക് കാണിക്കുന്നു. ശുഹൻ പിശുക്ക് കാണിക്കൽ. അപ്പൊ ആ തന്റെ മനസ്സിന്റെ പിശുക്കിൽ നിന്ന് കാത്ത് രക്ഷിക്കപ്പെട്ടുവോ. വമൻ യൂഖ ശുഹ നഫ്സിഹി അള്ളാഹു പറയുന്നു ഫഉലൈക എന്നാൽ അക്കൂട്ടർ ഹുമുൽ മുഫ്ലിഹൂൻ അവരാകുന്നു വിജയികൾ. ഹബീബ് സാഹിബ് നമ്മളെ പദങ്ങളൊന്ന് അവിടെ പിന്നെ കാണിക്കുന്നുണ്ടല്ലോ ഉസ്താദേ, കാണുന്നില്ലേ? ഷെയർ ചെയ്യുന്നുണ്ട്. കാണുന്നുണ്ട്, കാണിക്കണ്ടോ? കാണിച്ചിട്ടുണ്ട്. ആ ഓക്കെ ഓക്കെ ഇൻഷാ അല്ലാഹ്. ഒന്നുമില്ലല്ലോ. ഇതിൽ കാണുന്നില്ല. പ്രസന്റേഷൻ രണ്ട് വിൻഡോയിലായിട്ട് വരും. ഒന്ന് ഉസ്താദിന്റെ വിൻഡോയിൽ വീഡിയോ കാണും, പിന്നെ അൽ റാഷിദ് മദ്രസ എന്ന് പറഞ്ഞ അതിനകത്ത് മീനിങ്സ് കാണാൻ പറ്റും. അപ്പോൾ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോ ആര് സംരക്ഷണം നൽകപ്പെട്ടുവോ, കാത്ത് രക്ഷിക്കപ്പെട്ടുവോ, ശുഹ നഫ്സിഹി തന്റെ മനസ്സിന്റെ പിശുക്കിൽ നിന്ന്. അപ്പൊ ഷഹൻ പിന്നെ ഹുമുൽ മുഫ്ലിഹൂൻ അവരാകുന്നു വിജയികൾ. അതപ്പോ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അഫ്ലഹ വിജയിച്ചു, യുഫ്ലിഹു വിജയിക്കുന്നു, ഇഫ്ലാഹൻ അതാണ് മുഫ്ലിഹ് വിജയി. ഹുമുൽ മുഫ്ലിഹൂൻ അവരാകുന്നു വിജയികൾ. ഈ ഷുഹുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തഫ്സീറുകളിൽ പിന്നെ അതിന്റെ വിശദീകരണവുമായി ബന്ധപ്പെട്ട് കാണാം. പിന്നെ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ അതിന്റെ വ്യാഖ്യാനമായി പറഞ്ഞെടുത്ത് കാണാൻ സാധിക്കും. ഒന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി പറയാണ്, അശ്ശുഹു ശുഹ് എന്ന് പറഞ്ഞാൽ ഹുവൽ ബുഖ്ലു അത് പിശുക്കാകുന്നു. ബി അദാഇൽ ഹുഖൂഖി തന്റെ കടമകൾ നൽകുന്നിടത്ത് താൻ നിർബന്ധമായി കൊടുക്കേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നിടത്തുള്ള പിശുക്കാണെന്ത്? ശുഹ്. അത് മാത്രല്ല വൽ ഹിർസു അലാ മാ ലൈസ ലഹു തന്റെ പക്കലില്ലാത്തത് മറ്റുള്ളവരിൽ നിന്ന് ആഗ്രഹിക്കലുമാകുന്നു പിശുക്ക്. എന്ന് പറഞ്ഞാൽ സ്വന്തം കയ്യിലുള്ളത് കൊടുക്കേണ്ടവർക്ക് കൊടുക്കൂല, മറ്റുള്ളവരുടെ കൈവശമുള്ളത് തനിക്ക് ലഭിക്കണമെന്ന ആർത്തി, അങ്ങനെയുള്ളതിനാണ് എന്ത് പറയാ ശുഹ് എന്ന് പറയാ. ഇമാം തൊബരി റഹ്മത്തുള്ളാഹി പറയാണ് അശ്ശുഹു അൽ ഇഫ്രാത്തു ഫിൽ ഹിർസി അല ശൈഇ. തൊബരി റഹ്മത്തുള്ളാഹി എന്താന്ന് പറയും? അശ്ശുഹു ശുഹ് എന്ന് പറഞ്ഞാൽ അൽ ഇഫ്രാത്തു ഫിൽ ഹിർസ് അങ്ങേ അറ്റത്തെ പിന്നെ ആർത്തി, ആഗ്രഹം, അല ശൈഇ മറ്റൊരു കാര്യം, മറ്റൊരാളുടെ പക്കലുള്ള
വസ്തുക്കളോട് കാര്യത്തോടുള്ള അങ്ങേയറ്റത്തെ ആർത്തിക്കാണ് ഷുഹ് എന്ന് പറയുക. റാജിബുൽ അസ്ഫഹാനി പറയണം അഷ്ഹു ബുഖ്ലുൻ മഅ ഹിർസിൻ വദാലിക ഫീമാ കാന ആദ എന്ന് പറഞ്ഞാൽ പിശുക്കിനോടൊപ്പമുള്ള ആർത്തിക്കാണെന്ന് പറയാം ഷുഹ് എന്ന് പറയുക. ഏതായിരുന്നാലും വിശ്വാസിയിൽ നിന്ന് ഇല്ലാതാവേണ്ട, വിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു ദുർഗുണമാകുന്നു ഷുഹ്. മനസ്സിലായല്ലോ? അത് മാത്രമല്ല, ഹദീസ് ധാരാളം ഹദീസുകൾ ആവശ്യകമായി കാണാൻ സാധിക്കും. ഇത്തഖുൽ ളുൽമ, റസൂൽ പറയാണ്, നിങ്ങൾ അക്രമത്തെ സൂക്ഷിക്കുകയും. ഫഇന്നൽ ളുൽമ ളുലുമാത്തുൻ യൗമൽ ഖിയാമ, അക്രമം ഖിയാമത്ത് നാളിൽ അന്ധകാരമായിരിക്കും. വത്തഖു ശുഹ, പിന്നെ പറയാണ് നിങ്ങൾ ഷുഹിനെ സൂക്ഷിക്കണം. കാരണം ഫഇന്ന ശുഹ അഹ്ലക മൻ കാന ഖബ്ലകും, നിങ്ങൾക്ക് മുമ്പുള്ളവരെ നശിപ്പിച്ചു കളഞ്ഞ ഒരു കാര്യമാകുന്നു ഷുഹ്. ഹമലഹും അലാ അൻ സഫകൂ ദിമാഅഹും, അത് അവരെ പ്രേരിപ്പിച്ചു, എന്തിന്? രക്തം ചിന്താൻ പ്രേരിപ്പിച്ചു. വസ്തഹല്ലു മഹാരിമഹും, അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യത്തെ അനുവദനീയമാക്കാൻ അത് അവരെ പ്രേരിപ്പിച്ചു. അപ്പൊ ഷുഹ് എന്നത് വല്ലാത്ത ഒരു ദുസ്വഭാവമാകുന്നു, ദുർഗുണമാകുന്നു. ഇമാം നസായി ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസിൽ കാണാം, വലാ യജ്തമിഉ ശുഹു വൽ ഈമാനു ഫീ ഖൽബി അബ്ദിൻ അബദാ. കണ്ടോ? പിന്നെ ഒരു സത്യവിശ്വാസിയുടെ മനസ്സിൽ സത്യവിശ്വാസവും ശുഹും ഒരുമിച്ച് കൂടുകയില്ല എന്ന് പറഞ്ഞാൽ, ആരുടെങ്കിലും മനസ്സിൽ ഈ പറയപ്പെട്ട സ്വാർത്ഥത, അല്ലെ, ഈ സങ്കുചിതത്വം, ഈ ആർത്തി ഉണ്ടെങ്കിൽ വിശ്വാസത്തിന്റെ ബലഹീനതയാണത് കാണിക്കുന്നത്. ആ ഹദീസിന്റെ തുടക്കം ലാ യജ്തമിഉ ഗുബാറുൻ ഫീ സബീലില്ലാഹ് വദുഖാനു ജഹന്നം ഫീ ജൗഫി അബ്ദിൻ അബദാ. അങ്ങനെ ഹദീസ് തുടങ്ങുന്നത് എന്താണ്? നരകത്തിന്റെ പുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ പൊടി പുരണ്ടതും ഒരിക്കലും തന്നെ ഒരുമിച്ച് കൂടുകയില്ല എന്ന് പറഞ്ഞാൽ, അള്ളാഹിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത ആ പൊടി പുരണ്ട ഒരാളെ നരകത്തിന്റെ പുക സ്പർശിക്കുകയില്ല എന്നർത്ഥം. അത് രണ്ടും കൂടി ഒരുമിച്ച് കൂടുകയാണ്. എന്നിട്ടാണ് റസൂൽ പറഞ്ഞത് വലാ യജ്തമിഉ ശുഹു വൽ ഈമാനു ഫീ ഖൽബി അബ്ദിൻ അബദാ, സത്യവിശ്വാസവും ഈ ശുഹും ഒരാളിൽ ഒരുമിച്ച് കൂടുകയില്ല. പിന്നെ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി ഉദ്ധരിക്കുന്ന ഒരു സംഭവം കാണാൻ സാധിക്കും. അദ്ദേഹം പറയാണ്, ഈ പിന്നെ വമൻ യൂഖ ശുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ എന്ന ആയത്തിന് തഫ്സീർ ചെയ്തെടുത്ത്, അതാ റജുലുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല യാ റസൂലല്ലാഹ്, അത് പറയുന്നിടത്ത് കാണാം, പിന്നെ ഒരു സഹാബി, അദ്ദേഹം കുന്തു അതൂഫു ബിൽ ബൈത്തി, ഞാൻ കഅബ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫറഅയ്തു റജുലൻ, അപ്പൊ ഞാൻ ഒരാളെ കണ്ടു. യഖൂലു, അദ്ദേഹം പറയുന്നു, അല്ലാഹുമ്മ ഖിനി, അല്ലാഹുവേ നീ എന്നെ കാത്തു രക്ഷിക്കണേ. ശുഹ നഫ്സി, എന്റെ മനസ്സിന്റെ പിശുക്കിൽ നിന്ന്, ശുഹിൽ നിന്ന് നീ എന്നെ കാത്തു രക്ഷിക്കണേ എന്ന് കഅബയെ തവാഫ് ചെയ്യുമ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലാ യസീദു അലാ ദാലിക്, അത് മാത്രമേ അദ്ദേഹം പറയുന്നുള്ളൂ, വേറൊന്നും പറയുന്നില്ല, വേറൊന്നും വർദ്ധിപ്പിക്കുന്നില്ല. അദ്ദേഹം ഇത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താ പറയുന്നത്? അല്ലാഹുമ്മ ഖിനി ശുഹ നഫ്സി, എന്റെ മനസ്സിന്റെ ശുഹിൽ നിന്ന് നീ എന്നെ കാത്തുരക്ഷിക്കണേ. അപ്പൊ ഇദ്ദേഹം പറയും, ഫഖുൽതു ലഹു ഫഖാല, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? എന്താണ് നിങ്ങൾ ഇത് ആവർത്തിച്ച് ഈ ദുആ ചെയ്യുന്നത്? അപ്പൊ ആ സ്വഹാബി പറയാണ്, ഇന്നി ഇദാ വുഖീതു ശുഹ നഫ്സി, എന്റെ മനസ്സിന്റെ പിശുക്കിൽ നിന്ന് എനിക്ക് സംരക്ഷണം നൽകപ്പെട്ടാൽ ലം അസ്രിഖ് വലം അസിൻ വലം അഫ്അൽ, അല്ലേ, ഞാൻ മോഷ്ടിക്കുകയില്ല, ഞാൻ വ്യഭിചരിക്കുകയില്ല, ഞാൻ മറ്റു ദുഷ്കർമ്മങ്ങളൊന്നും ചെയ്യുകയില്ല. എന്നിട്ട് അദ്ദേഹം പറയാം വഇദർ റജുലു, അപ്പൊ ഈ മനുഷ്യൻ ആരാന്നറിയോ? അല്ലാഹുമ്മ ഖിനി ശുഹ നഫ്സി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, അത് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ മനുഷ്യൻ ആരാണ്? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. ആ സഹാബിയാണ് ഇത് പ്രാർത്ഥിക്കുന്നത്, അല്ലെ, അശറത്തുൽ മുബശ്ശിരീൻപ്പെട്ട ഒരു സഹാബി, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്. അപ്പോ ഇമാം ഇബ്നു ജരീർ റഹ്മത്തുള്ളാഹി അദ്ദേഹം തഫ്സീറിൽ ഈ സംഭവം ഉദ്ധരിക്കുന്നത് കാണാം. അത് ഇബ്നു കസീർ എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോ ഈ മനസ്സിന്റെ പിശുക്ക് എന്ന് പറഞ്ഞാൽ കേവലം ഏതെങ്കിലും കാര്യത്തിൽ മാത്രമല്ല, ഈ പറയപ്പെട്ട എല്ലാ ദുർഗുണങ്ങളിൽ നിന്നും ആ മനുഷ്യൻ മുക്തനാകാൻ കാരണമാണെന്ത്? ഈ പറയപ്പെട്ട ശുഹിൽ നിന്ന് സംരക്ഷണം നൽകപ്പെടുക എന്നത്. നമ്മളും പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ഖിനി ശുഹ നഫ്സി എന്നത്.
അള്ളാഹു നീ എന്നെ കാത്തിരക്ഷിക്കണേ, ശുഹ നഫ്സി, എന്റെ മനസ്സിന്റെ പിശുക്കിനെ തൊട്ട് നീ എന്നെ കാത്തിരക്ഷിക്കണമേ. മറ്റൊരു സംഭവം കാണാം ഹദീസ്, സലാസുൽ മുഹ്ലികാത്തുൻ, 3 കാര്യങ്ങൾ നശിപ്പിക്കുന്നവയാകുന്നു. എന്തൊക്കെയാണിത്? ശുഹ്ൻ മുതാഅ്, കണ്ടോ, അനുസരിക്കപ്പെടുന്ന ശുഹ് അല്ലെ. ഒരാള് മനസ്സിൽ ശുഹുണ്ട്, ആ ശുഹ് പറയുന്നത് അല്ലെങ്കിൽ പ്രേരിപ്പിക്കുന്ന അനുസരിച്ച് പ്രവർത്തിക്കാം. മറ്റൊന്ന് വഹവൻ മുത്തബഉൻ, പിന്തുടരപ്പെടുന്ന ദേഹേച്ഛ. എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ ദേഹേച്ഛ എന്നൊരു അവസ്ഥ ഉണ്ട്. തെറ്റ് ചെയ്യാനുള്ള പ്രേരണ, മനസ്സിന്റെ ആഗ്രഹം, അതിനെ പിൻപറ്റുക എന്ന അവസ്ഥ നശിപ്പിക്കുന്നതാകുന്നു. ഇഅ്ജാബുൽ മർഇ ബിനഫ്സിഹി, കണ്ടോ, ഞാൻ തരക്കടില്ല എന്ന് ഒരു മനുഷ്യന് തോന്നുക, അതും അവനെ നശിപ്പിച്ചു കളയുന്ന കാര്യമാകുന്നു. അപ്പൊ അതിൽ പെട്ട ഒരു കാര്യമാണ് എന്ത്? ശുഹ്ൻ മുതാഅ്. എന്താ അർത്ഥം? അനുസരിക്കപ്പെടുന്ന ശുഹ്. അപ്പൊ ഈ 3 അവസ്ഥകളെ നമ്മൾ പേടിക്കണം. ഇതൊക്കെ മുഹ്ലിക്കാത്താണ്, എന്ന് പറഞ്ഞാൽ നാശകാരികളാണ്, നശിപ്പിച്ചു കളയുന്നവയാണ്. എന്തൊക്കെയാണ്? ശുഹ്ൻ മുതാഅ്, അനുസരിക്കപ്പെടുന്ന ഈ പറയപ്പെട്ട ശുഹ് അല്ലെങ്കിൽ പിശുക്ക്. വഹവൻ മുത്തബഉൻ, ദേഹേച്ഛയെ പിൻപറ്റപ്പെടുന്ന അവസ്ഥ. ഇഅ്ജാബുൽ മർഇ ബിനഫ്സിഹി, ഞാൻ തരക്കടില്ല എന്നൊരു തോന്നൽ ഒരാൾക്ക് ഉണ്ടാകുക അല്ലെ. ഉജ്ബ് എന്ന് അറബി പറയാറുണ്ട്, സ്വന്തത്തെ പ്രശംസിക്കുക, ആത്മപ്രശംസ. അപ്പൊ അതൊക്കെ നമ്മെ നശിപ്പിച്ചു കളയുന്ന കാര്യമാകുന്നു. ശരി, ആ പറഞ്ഞ ആ ആയത്തിന്റെ അവസാന ഭാഗം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വമൻ യൂഖ ശുഹ്ഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. തന്റെ മനസ്സിന്റെ പിശുക്കിൽ നിന്ന് സംരക്ഷണം നൽകപ്പെട്ടുവോ അവരാകുന്നു വിജയികൾ. ഇത് നമ്മൾ നേരത്തെ പഠിച്ച ഒരു സൂറത്തും ഇതേ വാക്ക്, ഈ കാര്യം അല്ലാഹു പറഞ്ഞു കാണാൻ സാധിക്കും. തഗാബുൻ സൂറത്തിലാണെന്ന് എന്റെ ഓർമ്മ. വമൻ യൂഖ ശുഹ്ഹ നഫ്സിഹി, ആരാണ് തന്റെ മനസ്സിന്റെ പിശുക്കിൽ നിന്ന് സംരക്ഷണം നൽകപ്പെടുന്നത്? ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാകുന്നു വിജയികൾ. അതെ, സൂറത്ത് തഗാബുനിലെ 16-ാമത്തെ ആയത്ത്, നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചൊരു സൂറത്ത് കൂടിയാണ്. ആ ആയത്തിൽ കാണാം തുടങ്ങുന്നത് ഇന്നമാ അംവാലുക്കും ഔലാദുക്കും ഫിത്ന, നിങ്ങളുടെ സമ്പത്തും സന്താനങ്ങളും പരീക്ഷണമാകുന്നു. വല്ലാഹു ഇൻദഹു അജ്റുൻ അദീം, അള്ളാഹുവിന്റെ അടുക്കലാകുന്ന മഹത്തായ പ്രതിഫലം. എന്നിട്ട് പറയണം ഫത്തഖുല്ലാഹ മസ്തതഅതും, കഴിവിന്റെ പരമാവധി നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. സൂറത്തു തഗാബുനിലെ 16-ാമത്തെ ആയത്ത്. വസ്മഉ വഅതീഉ, നിങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും. വഅൻഫിഖു ഖൈറൻ ലിഅൻഫുസികും, നിങ്ങൾക്ക് ഖൈറായിട്ടുള്ളത് നിങ്ങൾ ചെലവഴിക്കുകയും. എന്നിട്ട് അവനെ പറഞ്ഞത് വമൻ യൂഖ ശുഹ്ഹ നഫ്സിഹി, ആര് തന്റെ മനസ്സിന്റെ പിശുക്കിൽ നിന്ന് സംരക്ഷണം നൽകപ്പെട്ടുവോ ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ തന്നെയാകുന്നു വിജയികൾ. ശരി, അതാണ് ആ വചനം. ഇനി തൊട്ടടുത്ത ആയത്ത്, വല്ലദീന ജാഊ മിൻ ബഅദിഹിം യഖൂലൂന ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. എന്താണ് പറയുന്നത്? വല്ലദീന, യാതൊരു കൂട്ടരും എന്ന് പറഞ്ഞാൽ ഈ ഫൈഅ് മുതലിന് അവകാശികളായിട്ടുള്ള മറ്റൊരു കൂട്ടരെ കുറിച്ചാണ് പറയുന്നത്. അതാണ് നേരത്തെ പറഞ്ഞു, മുഹാജിറുകൾ, ലിൽ ഫുഖറാഇൽ മുഹാജിരീൻ, അവരതിന് അവകാശികളാണ്. പിന്നെ 9-ാമത്തെ ആയത്തിൽ പറഞ്ഞു വല്ലദീന തബവ്വഉ ദാറ വൽ ഈമാൻ, അതാണ് അൻസാറുകൾ, അവരതിന് അവകാശികളാണെന്ന് പറഞ്ഞു. ഇനി മറ്റൊരു കൂട്ടർ, വല്ലദീന, യാതൊരു കൂട്ടരും. ആരാണ് അവർ? ജാഊ, അവർ വന്നു അല്ലെങ്കിൽ അവർ വരും. മിൻ ബഅദിഹിം, ഇവരുടെ ശേഷം അല്ലെ. സ്വഹാബത്തിന് ശേഷം വരുന്നവർ ആരാണ്? താബിഉകൾ, അതേപോലെ തന്നെ തബഉ താബിഉകൾ. എന്നാൽ അവർ മാത്രമല്ല, ഖിയാമത്ത് നാൾ വരെ യഥാർത്ഥ വിശ്വാസികളായിട്ട് വരുന്ന എല്ലാ ആളുകളും ഈ ഫൈഅ് മുതലിന് അവകാശികളാകുന്നു. യഥാർത്ഥ വിശ്വാസികൾ എന്നത് ശ്രദ്ധേയമായ കാര്യം. എന്താ കാര്യം എന്നറിയോ? സൂറത്ത് തൗബയിലെ 100-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, താബിഉകളെ അള്ളാഹു സ്വഹാബികളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം താബിഉകളെ പ്രശംസിച്ചുകൊണ്ട് പറയുന്നുണ്ട്.
ആ വചനം സൂറത്ത് തൗബയിലെ 100-ാമത്തെ ആയത്തിൽ കാണാം. അതെന്താണ് ആയത്ത്? വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ. വസ്സാബിഖൂനൽ അവ്വലൂൻ, ആ ആദ്യ കാലക്കാരായ മുൻകടന്നവർ. അതാരാ? മിനൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിരീങ്ങളിൽ നിന്നും അൻസാരീങ്ങളിൽ നിന്നുമുള്ള ആദ്യ കാലക്കാരായ മുൻകടന്നവർ എന്ന് പറഞ്ഞാൽ നന്മയിൽ മുൻകടന്നവർ, മുന്നേറിയവർ. വല്ലദീന തബഊഹും ബിഇഹ്സാൻ, നന്മയിൽ അവരെ പിൻപറ്റിയവർ, പിന്തുടർന്നവർ. അതാണ് വല്ലദീന തബഊഹും ബിഇഹ്സാൻ എന്നത് ഏറെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. ഞാനും മുസ്ലിമാണ്, ഞാനും ഇസ്ലാമിന്റെ ആളാണെന്ന് പറയുന്ന ആൾക്കാരല്ല, യഥാർത്ഥത്തിൽ അവരെ പിൻപറ്റിയ ആളുകൾ. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി ഈ ആയത്തുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു വിശദീകരണം ഇബ്നു കസീർ എന്ന് പറയുന്നുണ്ട്. അല്ലെ, ഷിയാക്കളിൽപ്പെട്ട ചില ആളുകൾക്ക് ഈ ഫൈഹ് മുതലിന് അവകാശമല്ല. എന്താ കാരണം? അവർ സ്വഹാബത്തിനെ ചീത്ത പറയുന്ന ആൾക്കാരാണ്. ഞങ്ങൾ ഇസ്ലാമിന്റെ ആൾക്കാരെന്ന് പറയാന്നല്ലാതെ ഞങ്ങളും സ്വഹാബത്തിനെയും അള്ളാന്റെ റസൂലിന്റെ കുടുംബത്തെ സ്നേഹിക്കുന്നവരാന്ന് പറയാന്നല്ലാതെ യഥാർത്ഥത്തിൽ അവരവരെ പിൻപറ്റുന്നില്ല. ഇന്നും പല ആൾക്കാരുണ്ടല്ലോ, ഞങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്താണ് അവകാശപ്പെടുന്നു എന്നല്ലാതെ അഹ്ലുസുന്നയുടെയും അതേപോലെ തന്നെ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിയിട്ടാണ് അവർ ജീവിക്കുന്നത്. അപ്പൊ ഈ പിൻപറ്റുക എന്നത് ഏറെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യം. വല്ലദീന തബഊഹും ബിഇഹ്സാനിൻ, അല്ലാഹുവാണ് റളിയല്ലാഹു അൻഹും, അല്ലാഹ് അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. വറദു അൻഹു, അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. വഅഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാർ, അല്ലാഹു അവർക്ക് താഴ്ഭാഗത്തിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗത്തോപ്പുകൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഖാലിദീന ഫീഹാ അബദാ, അവർ അതിൽ നിത്യവാസികളാകുന്നു. ദാലിക്കൽ ഫൗസുൽ അദീം, അതാകുന്നു മഹത്തായ വിജയം. അപ്പോ വല്ലദീന ജാഊ, വരുന്ന ഒരു കൂട്ടർ, മിൻ ബഅദിഹിം, ഇവർക്ക് ശേഷം, യഖൂലൂന, അവർ പറയും. അവരെന്താ പറയാ ഉണ്ടോ? അവര് യഥാർത്ഥത്തിൽ സ്വഹാബത്തിനെ സ്നേഹിക്കുന്നവരാണ്, യഥാർത്ഥ വിശ്വാസം സ്വീകരിച്ചവരാണ് എന്ന് തെളിവാണെന്ത്? അവർ പ്രാർത്ഥിക്കും. എന്താ പ്രാർത്ഥന? റബ്ബന ഗ്ഫിർ ലനാ, റബ്ബേ ഞങ്ങൾക്ക് നീ പൊറുത്തു തരണേ. റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ഇഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് നീ പൊറുത്തു തരണേ. റബ്ബന ഗ്ഫിർ ലനാ. പിന്നെ വലി ഇഖ്വാനിന, ഞങ്ങളുടെ സഹോദരന്മാർക്കും പുറത്തു കൊടുക്കണേ. കണ്ടോ? വലി ഇഖ്വാനിന, ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് പുറത്തു കൊടുക്കണേ. ആരാണവർ? അല്ലദീന, അവർ സബഖൂന, അവർ മുൻകടന്നവരാകുന്നു. അല്ലദീന സബഖൂന ബിൽ ഈമാൻ, സത്യവിശ്വാസത്തിൽ ഞങ്ങളെ മുൻകടന്നവരാകുന്നു അവർ. അല്ലദീന സബഖൂന ബിൽ ഈമാൻ, സത്യവിശ്വാസത്തിൽ ഞങ്ങളെ മുൻകടന്നവരാകുന്നു അവർ. പിന്നെ വലാ തജ്അൽ, നീ ഉണ്ടാക്കുകയും അരുതേ, നീ ഉണ്ടാക്കുകയും ചെയ്യല്ലേ. വലാ തജ്അൽ, നീ ഉണ്ടാക്കുകയും ചെയ്യല്ലേ. ഫീ ഖുലൂബിന, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ. വലാ തജ്അൽ ഫീ ഖുലൂബിന, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നീ ഉണ്ടാക്കുകയും ചെയ്യല്ലേ. വലാ തജ്അൽ ഫീ ഖുലൂബിന, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നീ ഉണ്ടാക്കുകയും ചെയ്യല്ലേ. ഗില്ലൻ, ഗില്ല് എന്ന് പറഞ്ഞാൽ പക, ഗില്ല് പക, വിദ്വേഷം എന്നൊക്കെ അർത്ഥം. ലില്ലദീന ആമനു, സത്യവിശ്വാസികളോട്. അപ്പൊ സത്യവിശ്വാസികളോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ വിദ്വേഷം ഉണ്ടാക്കുകയും ചെയ്യല്ലേ. റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ഇന്നക, തീർച്ചയായും നീ, റഊഫുർ റഹീം, ഏറെ പൊറുക്കുന്നവനും അല്ലെങ്കിൽ അനുകമ്പ കാണിക്കുന്നവനും കാരുണ്യം ചെയ്യുന്നവനുമാകുന്നു. അപ്പൊ അതില് നിങ്ങൾക്ക് അവിടെ കാണാം ആ പദങ്ങൾ. വല്ലദീന, യാതൊരു കൂട്ടർ, ജാ വന്നു, യജീഉ വരുന്നു, മജീ വരൽ. അപ്പൊ വല്ലദീന ജാ വന്ന ഒരു കൂട്ടർ, വല്ലദീന ജാ വന്ന ഒരു കൂട്ടർ, മിൻ ബഅദിഹിം, ഇവരുടെ ശേഷം, ഈ പറയപ്പെട്ട മുഹാജിറുകളുടെയും അൻസാരിങ്ങളുടെയും ശേഷം വന്ന ഒരു കൂട്ടർ. വല്ലദീന ജാഉ മിൻ ബഅദിഹിം, ഇവരുടെ ശേഷം വന്ന ഒരു കൂട്ടർ. പദങ്ങൾ അവിടെ കാണാൻ സാധിക്കും. അതവിടെ എഴുതിയിട്ടില്ല, നമ്മൾ നേരത്തെ പഠിച്ചൊരു പദമാണ് ജാ യജി മജി എന്നത്. യഖൂലൂന, അവർ പറയുന്നു അല്ലെ. ഖാല യഖൂലു ഖൗലൻ, അതും നേരത്തെ വന്നിട്ടുള്ള പദമാണ്, അറിയാം. ഖാല യഖൂലു ഖൗലൻ, അപ്പൊ അവർ പറയും. എന്താ പറയാ? റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ഇഗ്ഫിർ ലനാ,
നീ പൊറത്തു തരണേ ലന ഞങ്ങൾക്ക്. നമ്മൾ പഠിച്ചിട്ടുള്ള പദമാണ് ഗഫറ, പൊറത്തു കൊടുത്തു. യഗ്ഫിറു പൊറത്തു കൊടുക്കുന്നു. ഗഫ്റൻ പൊറത്തു കൊടുക്കൽ. മഗ്ഫിറത്തൻ പൊറത്തു കൊടുക്കൽ. ഗഫൂറൻ അതൊക്കെ അതിന്റെ മസ്തർ രൂപങ്ങളാണ്. അപ്പോ ഞങ്ങൾക്ക് നീ പൊറത്തു തരണേ. റബ്ബന ഗഫിർ ലനാ. പിന്നെ വലി ഇഖ്വാനിന ഞങ്ങളുടെ സഹോദരങ്ങൾക്കും പൊറത്തു തരണേ. അഖുൻ എന്ന് പറഞ്ഞാൽ സഹോദരൻ, അതിന്റെ ബഹുവചനാണിത് ഇഖ്വാൻ, ഇഖ്വത്ത്. രണ്ട് ബഹുവചനങ്ങൾ കാണാൻ സാധിക്കും. അതിന് ചില അർത്ഥവ്യത്യാസങ്ങൾ ഭാഷാ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അഖുൻ എന്നതിന്റെ ഒരു ബഹുവചനമാണ് ഇഖ്വത്ത്. സൂറത്തുൽ ഹുജറാത്തിൽ കാണാം ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ. തീർച്ചയായും സത്യവിശ്വാസികൾ ഒരു മാതാവിന്റെയും പിതാവിന്റെയും മക്കളെ പോലുള്ള സഹോദരങ്ങളാകുന്നു. അപ്പൊ ഇഖ്വത്ത് എന്ന ബഹുവചനത്തിന്റെ കൃത്യമായ അർത്ഥം ഒരു മാതാവിന്റെയും പിതാവിന്റെയും മക്കളായിട്ട് സഹോദരങ്ങൾ. എന്നാൽ ഇഖ്വാൻ എന്നതിന് നമ്മളിപ്പോ സാധാരണ വിശ്വാസികൾ തമ്മിൽ സഹോദരങ്ങളാണ്, അല്ലെങ്കിൽ നമ്മുടെ മറ്റു സാഹോദര്യ ബന്ധം, ആ സാഹോദര്യ ബന്ധത്തിലാണ് സാധാരണ ഭാഷയില് ഇഖ്വാൻ എന്ന് പറയാ. എന്നാൽ അള്ളാഹുവിന്റെ പദപ്രയോഗത്തിൽ അത് രണ്ടും ഉൾപ്പെടാവുന്നതാണ്. ശരി, അപ്പൊ അഖുൻ എന്നതിന്റെ ബഹുവചനം ഇഖ്വത്ത്, അതുപോലെ ഇഖ്വാൻ. അതാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇഖ്വാനിന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് പുറത്തു തരണേ. അല്ലദീന അവർ എങ്ങനെയുള്ളവരാകുന്നു? അവർ സബഖൂന. ആ പദം സബഖ എന്ന് പറഞ്ഞാൽ മുൻ കടന്നു, മുന്നിൽ പോയി, വിജയിച്ചു എന്ന് അർത്ഥമുണ്ട്. കാരണം സാബിഖ് എന്ന് പറഞ്ഞാൽ വിജയി, മത്സരത്തിൽ വിജയിക്കുന്ന ആൾക്ക് പറയും സാബിഖ്. സബഖൂന അവർ മുൻ കടന്നു. ആ പദം സബഖ യസ്ബിഖു സബ്ഖൻ. അതാണ് പദം സബഖ യസ്ബിഖു സബ്ഖൻ. അപ്പൊ അവർ മുൻ കടന്നിരിക്കുന്നു. ഞങ്ങളെ സബഖൂന എന്നാണ്, ഞങ്ങളെ മുൻ കടന്നിരിക്കുന്നു. എങ്ങനെ? ബിൽ ഈമാൻ, സത്യവിശ്വാസം കൊണ്ട്. അപ്പൊ ഞങ്ങൾക്ക് മുമ്പ് സത്യവിശ്വാസം സ്വീകരിച്ചുകൊണ്ട് മുൻ കടന്ന ആ ആളുകൾക്കും പുറത്തു കൊടുക്കണേ. വലി ഇഖ്വാനിനല്ലദീന സബഖൂന ബിൽ ഈമാൻ, സത്യവിശ്വാസം കൊണ്ട് ഞങ്ങളെ മുൻകടന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്കും പുറത്തു കൊടുക്കണേ. ആ പദങ്ങളാണ് സബഖ യസ്ബിഖു സബ്ഖൻ. പിന്നെ വലാ തജ്അൽ, നീ ഉണ്ടാക്കല്ലേ, നീ ഉണ്ടാക്കുകയും അരുതേ. ഫീ ഖുലൂബിന, ആ പദം ജഅല ഉണ്ടാക്കി, യജ്അലു ഉണ്ടാക്കുന്നു, ജഅലൻ ഉണ്ടാക്കൽ. നേരത്തെ വന്നിട്ടുള്ള പദാണ് ജഅല യജ്അലു ജഅലൻ. അതാണ് വലാ തജ്അൽ, നീ ഉണ്ടാക്കല്ലേ. ഫീ ഖുലൂബിന, ഖൽബ് എന്ന് പറഞ്ഞാൽ ഹൃദയം, അല്ലെ? മനസ്സ് എന്ന അർത്ഥത്തിൽ പറയാറുണ്ട്. അതുപോലെ തന്നെ ഹൃദയം. അപ്പൊ ഫീ ഖുലൂബിന, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നീ ഉണ്ടാക്കല്ലേ. ഖൽബിന്റെ ബഹുവചനാണ് ഖുലൂബ്. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നീ ഉണ്ടാക്കല്ലേ. ഗില്ലൻ, ഗില്ല് എന്ന് പറഞ്ഞാൽ വിദ്വേഷം, പക, അതൊക്കെയാണ് അതിന്റെ ഭാഷാർത്ഥം. ആ പദം ഗല്ല, പകയുള്ളവനായി, യഗില്ലു പകയുള്ളവനാകുന്നു. അതിന്റെ മസ്തർ രൂപമാണ് ഗില്ല്, പക. ഗലീൽ എന്ന് പറഞ്ഞാലും അതിന്റെ മസ്തറാണ് പക എന്നർത്ഥം. അപ്പൊ വലാ തജ്അൽ, നീ ഉണ്ടാക്കല്ലേ. ഫീ ഖുലൂബിന, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഗില്ലൻ, പകയുണ്ടാക്കല്ലേ. ലില്ലദീന ആമനു, സത്യവിശ്വാസികളോട്. പിന്നെ റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ഇന്നക തീർച്ചയായും നീ റഊഫുൻ, അല്ലെ? റആ എന്ന് പറഞ്ഞാൽ റഊഫ് എന്നതിന് റഅഫ എന്ന് പറഞ്ഞാൽ അനുകമ്പ തോന്നി. ഇവിടെ കാണാം റഅഫ, അനുകമ്പ തോന്നി, അല്ലെങ്കിൽ ദയ തോന്നി, അതല്ലെങ്കിൽ കരുണ കാണിച്ചു. ആ അർത്ഥം അതിനുണ്ട്. റഅഫ യർഅഫു റഅഫതൻ. റഅഫത്ത് റഹ്മത്ത് പറയാറുള്ള വാക്കാണ്. റഅഫത്ത് എന്ന് പറഞ്ഞാൽ ദയ, അനുകമ്പ. റഹ്മത്ത് എന്ന് കാരുണ്യം. അപ്പൊ റഅഫ അനുകമ്പ തോന്നി, യർഅഫു അനുകമ്പ തോന്നുന്നു, റഅഫതൻ അനുകമ്പ തോന്നൽ. റഊഫ് എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റം അനുകമ്പ കാണിക്കുന്നവൻ, ദയ കാണിക്കുന്നവൻ. റഹീം എന്ന് പറഞ്ഞാലോ കരുണ കാണിക്കുന്നവൻ. അല്ലാഹുവേ, നീ അങ്ങേയറ്റം ദയ കാണിക്കുന്നവനും അതേപോലെ തന്നെ കരുണയുള്ളവനുമാകുന്നു. നമ്മളും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന ഉണ്ട്, അല്ലെ? റബ്ബന ഇഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനു റബ്ബന ഇന്നക റഊഫുർ റഹീം. ഈ ആയത്ത് നേരത്തെ പറഞ്ഞല്ലോ, വിശദീകരിക്കുന്നിടത്ത് കാണാം. ഈ ആയത്തിൽ
ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി ഉദ്ധരിക്കുന്നുണ്ട്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അഭിപ്രായപ്പെടുന്നു, ഈ ആയത്താണ് അദ്ദേഹം തെളിവ്. എന്തിന്? ഫൈദ് മുതലിൽ പിന്നെ റാഫിദിയ എന്ന വിഭാഗത്തിന്, ഷിയാക്കളിൽ ഏറ്റവും പഴച്ച കക്ഷിയാണ് റാഫിദിയ, അവർക്ക് പിന്നെ ഫൈദ് മുതലിൽ അവകാശമില്ല എന്നതിന് ഈ വചനം തെളിവാകുന്നു. എന്താ കാരണം? സഹാബത്തിനെ തെറി പറയുന്നവരാകുന്നു അവർ, അല്ലെ? അവിടെ ഉദ്ധരിച്ച് കാണാൻ സാധിക്കും. ബരീഉൻ മിനശ്, ഈ പിന്നെ വചനവുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത് കാണാം. റാഫിദിയ എന്ന വിഭാഗം ഈ ഫൈദ് മുതലിന് അവകാശികളല്ല. കാരണം പിന്നെ സ്വഹാബത്തിനെ അവര് ആക്ഷേപിക്കാറുണ്ട്. ആ വചനം വ്യാഖ്യാനിക്കുന്നുണ്ട്, ഹാഉലാഇ ഹും അൽ ഖിസ്മു സാലിസ്, ഈ വല്ലദീന ജാഉ മിൻ ബഅദിഹിം എന്ന് പറഞ്ഞ ആൾക്കാരെ കുറിച്ച് പറയണം, ഇവരാകുന്നു മൂന്നാമത്തെ വിഭാഗം. മിമ്മൻ യസ്തഹിഖു, ഈ ഫൈദ് മുതലിന് അവകാശികളായിട്ടുള്ള മൂന്നാമത്തെ വിഭാഗം. ഫുഖറാഉഹും, അവരിലെ പിന്നെ ദരിദ്രന്മാരാ. മിൻ മാലിൽ ഫൈഇ വഹും അൽ മുഹാജിറൂന തുമ്മൽ അൻസാർ തുമ്മ താബിഊന ലഹും ഇഹ്സാൻ. ഏതാണ് ഈ മൂന്ന് വിഭാഗം? ഒന്ന് മുഹാജിരീങ്ങൾ, പിന്നെ അൻസാറുകൾ, പിന്നെ അവരെ നന്മയിൽ പിന്തുടർന്ന അവർ താബിഈങ്ങൾ. കമാ ഖാല ഫിൽ ആയത്തി ബറാഅ, നേരത്തെ പറഞ്ഞു സൂറത്ത് പിന്നെ തൗബയിൽ പറഞ്ഞ ആ വചനം, വസ്സാബിഖൂന അവ്വലൂൻ എന്നുണ്ട്. ഫത്താബിഊന ലഹും ബിഇഹ്സാനിൻ, നന്മയിൽ അവരെ പിൻപറ്റിയവർ. ഹും അൽ മുത്തബിഊന ലി ആസാരിഹിമുൽ ഹസന, കേട്ടോ, അവരുടെ കാൽപാദങ്ങളെ, നന്മയിൽ അവരുടെ കാൽപാദങ്ങളെ പിൻപറ്റിയവരാകുന്നു ഇവർ. ഔസാഫിഹിമുൽ ജമീല, വളരെ നല്ല വിശേഷണങ്ങളിൽ അവരെ മാതൃകയാക്കിയവർ, അല്ലെ? എന്തൊക്കെ വിശേഷണങ്ങൾക്ക് സ്വഹാബത്ത് അർഹരാണോ ആ വിശേഷണങ്ങളിൽ അവരെ മാതൃകയാക്കിയവർ. അദ്ദാഊന ലഹും, അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നവർ. എപ്പോ? ഫിസ്സിദ്ദി വൽ അലാനിയ, അല്ലെ? രഹസ്യമായും പരസ്യമായും അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നവർ. വലിഹാദാ ഖാല തആല, അതാണ് അല്ലാഹു പറഞ്ഞത് ഫീ ഹാദിഹിൽ ആയത്തിൽ കരീമ, ഈ ആയത്തിൽ എന്താ പറഞ്ഞത്? വല്ലദീന ജാഊ മിൻ ബഅദിഹിം യഖൂലൂൻ, ഇവർക്ക് ശേഷമുള്ളവർ അവർ പറയും. എന്താ പറയാ? ഐ ഖായിലീൻ, അവർ പ്രാർത്ഥിക്കും, അവർ പറയും, റബ്ബന ഗഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ പുറത്തു തരണം, ഞങ്ങൾക്ക് മുമ്പ് വിശ്വാസികളായ ഞങ്ങളുടെ സഹോദരങ്ങൾക്കും പുറത്തു കൊടുക്കണേ, ഞങ്ങളുടെ മനസ്സിൽ നീ ഗില്ല് ഉണ്ടാക്കല്ലേ. എന്താ ഗില്ല് എന്ന് പറഞ്ഞാൽ? ഐ ബുഗ്ളൻ വഹസദൻ, വിദ്വേഷവും അസൂയയും, അതാണ് ഗില്ല് എന്ന് പറഞ്ഞാൽ. മനസ്സിലായല്ലോ? എന്നിട്ട് പറയണം പിന്നെ വമാ അഹ്സന മസ്തംബത്തൽ ഇമാം മാലിക് റഹ്മഹുല്ലാഹ്, പറയണം എന്തുമാത്രം എത്ര ഉത്തമമാകുന്നു മാലിക് റഹ്മഹുല്ലാഹ് തെളിവ് കണ്ടെത്തിയത്. മിൻ ഹാദിഹിൽ ആയത്തിൽ കരീമ, ഈ വചനത്തിൽ നിന്ന്. അന്ന റാഫിദിയ്യ അല്ലദീ യസുബ്ബു സ്വഹാബ, അല്ലെ? സ്വഹാബത്തിന് ചീത്ത പറയുന്ന റാഫിദിയാക്കൾ, ലൈസ ലഹു മിൻ മാലിൽ ഫൈഇ നസീബുൻ, അവർക്ക് ഫൈദ് മുതലിൽ എന്തില്ല? ഒരു വിഹിതവും അവർക്കില്ല. എന്താ കാരണം? ലിഅദമി ഇത്തിസാഫിഹി ബിമാ മദഹല്ലാഹു ബിഹി ഹഉലാഇ ഫീ ഖൗലിഹിം, ഈ പറയപ്പെട്ട വിശേഷണങ്ങൾക്ക് അവർ അർഹരല്ല എന്ന കാരണത്താൽ. എന്താ വിശേഷണം? യഥാർത്ഥ വിശ്വാസികൾ പ്രാർത്ഥിക്കും, റബ്ബന ഗഫിർ ലനാ വലി ഇഖ്വാനിൽ ലദീന സബഖൂനാ ബിൽ ഈമാൻ എന്ന് പ്രാർത്ഥിക്കും. പക്ഷേ ഈ റാഫിദിയ എന്ന വിഭാഗം അങ്ങനെ പ്രാർത്ഥിക്കാത്തവരും അങ്ങനെ ആഗ്രഹിക്കാത്തവരുമാകുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്വഹാബത്തിനെ ചീത്ത പറയുന്നില്ലെങ്കിൽ പോലും അവരുടെ വിശ്വാസത്തെയും അവരുടെ സംസ്കാരത്തെയും അവര് സുന്നത്തിനോട് കാണിച്ച ആ വലിയ താല്പര്യത്തെയൊക്കെ നിസ്സാരമായി കാണുകയും അവരെ അപരിഷ്കൃതർ എന്നൊക്കെ വിലയിരുത്തുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇന്നത്തെ സമൂഹത്തിൽ, മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ, അല്ലെ? സ്വഹാബത്തിന്റെ വേഷവിധാനത്തെ കളിയാക്കുന്ന ആളുകൾ, സ്വഹാബത്തിന്റെ പിന്നെ അവർ സുന്നത്തിനോട് കാണിച്ചിരുന്ന വല്ലാത്ത താല്പര്യത്തെ അതിനൊക്കെ അപഹസിക്കുന്ന ആളുകൾ. അപ്പൊ ചിന്തിക്കേണ്ട കാര്യമാണ്, സ്വഹാബത്തിനോട് ചീത്ത പിന്നെ ഈർഷ്യത കാണിച്ചാൽ അവൻ എന്നിൽപ്പെട്ടവനല്ല, ഞാൻ അവനോട് ശത്രുവാകുന്നു എന്നൊക്കെ റസൂൽ പറഞ്ഞു കാണാൻ സാധിക്കും. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഖുർആൻ സൂറത്തുൽ ബഖറയിൽ പറഞ്ഞെന്താണ്? ഫഇൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ, അല്ലേ? ആ സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് സന്മാർഗം പ്രാപിക്കാം, അല്ലെങ്കിൽ അവർ വിശ്വസിച്ചിരുന്നെങ്കിൽ അവർക്ക് സന്മാർഗം പ്രാപിക്കാം. അപ്പൊ സ്വഹാബത്തിന്റെ വിശ്വാസമാണ് കലർപ്പില്ലാത്ത പിന്നെ വിശ്വാസം. അതാണ് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ മാത്രല്ല
ഈ ആയത്തിൽ സ്വഹാബത്തിനെ കുറിച്ചും താബീങ്ങളെ കുറിച്ചുമാണ് പരാമർശമെങ്കിൽ പോലും സത്യവിശ്വാസികൾ തമ്മിൽ ഈ മാനസികമായ ബന്ധം, അല്ലെ, ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ദുആ ചെയ്യാം, അതേപോലെ തന്നെ എല്ലാ മനുഷ്യന്മാർക്കും ക്ഷേമമുണ്ടാകട്ടെ, എല്ലാവർക്കും ഗുണമുണ്ടാകട്ടെ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുക. ഒരാൾക്കും പ്രയാസമുണ്ടാകുന്നത്, വിശ്വാസിയായ ഒരാൾക്കും പ്രയാസമുണ്ടാകുന്നത് മനസ്സുകൊണ്ട് ഒട്ടും ആഗ്രഹിക്കാതിരിക്കുക. ഇതൊക്കെ സത്യവിശ്വാസികൾക്ക് ഉണ്ടാകേണ്ട കാര്യമാണ്. എന്നിട്ട് നമ്മൾ കാണുന്ന അവസ്ഥ എന്താ വെച്ചാല്, എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ പിന്നെ നമ്മളുമായി പിണങ്ങി നിൽക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന പ്രയാസങ്ങളിൽ, അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ സന്തോഷിക്കുന്ന അവസ്ഥ, അതൊരിക്കലും ഒരു സത്യവിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ല. നമുക്കറിയില്ലേ, അദ്ദീനു അന്നസീഹ, മതം എന്ന് പറഞ്ഞാൽ ഗുണം കാംക്ഷിക്കലാന്ന് റസൂൽ പറഞ്ഞത്. അപ്പൊ സഹാബത്ത് ചോദിച്ചു, ആരോടാ റസൂലെ ഗുണം കാംക്ഷിക്കേണ്ടത്? എന്താ റസൂൽ പറഞ്ഞത്? ലില്ലാഹി, അള്ളാഹുവിനോട്, വലി റസൂലിഹി, അള്ളാഹുവിന്റെ റസൂലിനോട്, വലി കിതാബിഹി, അള്ളാഹിന്റെ കിതാബിനോട്, വലി അഇമ്മത്തിൽ മുസ്ലിമീന വ ആമ്മത്തിഹിം, മുസ്ലിങ്ങളുടെ നേതൃത്വത്തോടും സാധാരണ മുസ്ലിങ്ങളോടും എന്ത് ചെയ്യണം? ഗുണകാംക്ഷ ഉണ്ടാകണം. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നല്ലത് വരട്ടെ, ആരും നരകാവകാശികൾ ആവാതിരിക്കട്ടെ, തമ്മിൽ ഐക്യവും സ്നേഹവും സാഹോദര്യവും ഒത്തൊരുമയും ഉണ്ടാകട്ടെ എന്നൊക്കെയാണ് എല്ലാ വിശ്വാസികളും ആഗ്രഹിക്കേണ്ടത്. ആ വചനവുമായി ബന്ധപ്പെട്ട് അല്ലാമ സഅദി റഹ്മത്തുള്ളാഹി പറഞ്ഞ ചില കാര്യങ്ങൾ, വഹാദ ദുആഉൻ ശാമിലുൻ, അല്ലേ, ഇതെല്ലാം ലിജമീഇൽ മുഅ്മിനീന അസ്സാബിഖീന മിനസ് സ്വഹാബ, കഴിഞ്ഞു പോയ സ്വഹാബിമാർ ഉൾപ്പെടെയുള്ള എല്ലാവരും ഉൾപ്പെടുന്ന ഒരു ദുആയാകുന്നു. വമൻ ഖബലഹും വമൻ ബഅദഹും, ഇവര് സ്വഹാബത്തിന്റെ ഈ പറയപ്പെട്ട ആളുകൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവരും ഇനി ശേഷം വരാനുള്ള ആളുകളും എല്ലാവരും ഇതിൽ ഉൾപ്പെടും. വഹാദ, ഈ പറഞ്ഞത് മിൻ ഫദാഇലിൽ ഈമാനി, ഈമാനിന്റെ ഫദ്ലിൽപ്പെട്ടതാകുന്നു, ശ്രേഷ്ഠതയിൽപ്പെട്ടതാകുന്നു. എന്താ കാര്യം? അന്നൽ മുഅ്മിനീന, സത്യവിശ്വാസികൾ, യൻതഫിഉ ബഅദുഹും ബഅദാ, അന്യോന്യം ഉപകാരം ചെയ്യുന്നവരാകുന്നു. അല്ലെ, നമ്മളൊരാൾക്ക് സാമ്പത്തികമായ സഹായം ചെയ്യുക എന്നതിനേക്കാൾ പ്രധാനമാണ് അയാൾക്ക് വേണ്ടി മനസ്സറിഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക എന്നത്. എത്രമാത്രം ഒരാൾക്ക് സാമ്പത്തികമായി നമ്മൾ പ്രയാസപ്പെടുന്ന ആളെ സഹായിക്കുന്നുവോ, ആ സഹായം എത്ര പ്രാധാന്യം അർഹിക്കുന്നുണ്ടോ അതേപോലെ അല്ല, അതിനേക്കാൾ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണെന്ത്? ആത്മാർത്ഥമായി ഒരാൾക്ക് വേണ്ടി ദുആ ചെയ്യൽ. വയദഉ ബഅദുഹും ലിബഅദിൻ, അവർ തമ്മിൽ ദുആ ചെയ്യും. ബിസബബിൽ മുശാറകത്തി ഫിൽ ഈമാനി, അല്ലേ, അൽ മുഖ്തല ലിഅഖദിൽ ഉഖ്വതി ബൈനൽ മുഅ്മിനീൻ. എന്താണ് അവർ തമ്മിൽ പിന്നെ പ്രാർത്ഥിക്കാൻ കാരണം? വിശ്വാസത്തിൽ തങ്ങൾ പങ്കാളികളാണ് എന്ന കാരണത്താൽ. അല്ലെ, നമ്മളും അവരും ഒരു വിശ്വാസക്കാരാണ്, ഒരേ ആദർശം സ്വീകരിച്ച ആൾക്കാരാണ്. അതുകൊണ്ട് ആ കാരണത്താൽ എന്ത് ചെയ്യും? അവർ തമ്മിൽ പ്രാർത്ഥിക്കും. അത് മാത്രല്ല, ഈമാനിന്റെ അനിവാര്യമായ തേട്ടം കൂടിയാണത്. നമ്മൾ യഥാർത്ഥ മുഅ്മിനീങ്ങളാണെങ്കിൽ ആ ഈമാന്റെ തേട്ടമാണെന്ത്? മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയുള്ള ദുആ ചെയ്യൽ. ഹദീസ് കാണാൻ സാധിക്കും, അല്ലെ, ഒരാള് അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് എന്ന് ദുആ ചെയ്താൽ ആ മുഅ്മിനീങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് ഈ മനുഷ്യന് നന്മ രേഖപ്പെടുത്തപ്പെടും. എത്ര സത്യവിശ്വാസികൾ ലോകത്തുണ്ടോ ആ എണ്ണം അനുസരിച്ചുകൊണ്ട് നമുക്ക് നന്മയായി രേഖപ്പെടുത്തപ്പെടുമെന്നാണ്. അപ്പൊ എന്തുമാത്രം പ്രാധാന്യം ഉണ്ട് അതിന്. പിന്നെ അല്ലത്തി മിൻ ഫുറൂഇഹ അൻ യദ്ഉ ബഅദുഹും ലിബഅദിൻ വഅൻ യുഹിബ്ബ ബഅദുഹും ബഅദാ, മുഅ്മിനീങ്ങൾ തമ്മിൽ പ്രാർത്ഥിക്കുക മാത്രമല്ല പരസ്പരം മനസ്സുകൊണ്ട് സ്നേഹിക്കുന്നവരുമാകുന്നു. അതുകൊണ്ടാണ് വലിഹാദ ദക്കറല്ലാഹു ഫിദ്ദുആഇ, അല്ലാഹു ഈ ദുആഇൽ ഇങ്ങനെ പറഞ്ഞത്. എന്താ പറഞ്ഞത്? നഫിയൽ ഗില്ലി, അല്ലെ, അല്ലാഹുവേ ഗില്ല് നീ ഇല്ലാതാക്കണേ എന്ന് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞത്. എവിടുന്ന്? അനിൽ ഖൽബി അശ്ശാമിരി ലിഖലീലിൽ ഗില്ലി വകതീരിഹി, അല്ലെ, കുറച്ചാകട്ടെ കൂടുതലാകട്ടെ ഒരാളുടെ വിദ്വേഷം, വെറുപ്പ്, അസൂയ, ആ കാര്യം എന്റെ മനസ്സിൽ നീ ഇല്ലാതാക്കണേ. അല്ലദീ ഇദൻ തഫ സബത ളിദ്ദുഹു, അത് ഇല്ലാതായാൽ മനസ്സിൽ ഈമാൻ എന്താവും? സ്ഥിരപ്പെടും, ഈമാൻ ശക്തിപ്പെടും. വഹുവ അൽ മഹബ്ബത്തു ബൈനൽ മുഅ്മിനീന വൽ മുവാലാത്തു വൻ നുസ്ഹു. എന്താണ് ഈ ഗില്ലിന്റെ നേരെ വിപരീതം? എന്താണ്? അതാണ് പറഞ്ഞത്. എന്ത്? സ്നേഹം, അതുപോലെ പരസ്പരമുള്ള ഗുണകാംക്ഷ. വനഹ്വി ദാലിക, അതേപോലുള്ള കാര്യങ്ങൾ. മിമ്മാ ഹുവ മിൻ ഹുഖൂഖിൽ മുഅ്മിനീൻ, അല്ലെ, മുഅ്മിനീങ്ങൾ തമ്മിൽ ഉണ്ടാകേണ്ട ബാധ്യതകൾപ്പെട്ടതാകുന്നു ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഗുണകാംക്ഷ, അതേപോലെ പരസ്പരമുള്ള സഹായം, രക്ഷാധികാരികളാവുക എന്നതൊക്കെ ഇതിൽപ്പെട്ടതാകുന്നു. ഫവസഫല്ലാഹു മിൻ ബഅദി സ്വഹാബത്തി ബിൽ ഈമാനി ലിഅന്നഹു ഖൗലിഹിം സബഖൂനാ ബിൽ ഈമാൻ. സഅദി റഹ്മത്തുള്ളാഹി പറയാണ്,
അള്ളാഹു ഈ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് സത്യവിശ്വാസം ഞങ്ങളെ മുൻകടന്നു വരുന്നു പറഞ്ഞാൽ ദലീലുൻ അലൽ മുശാറക്കത്തി ഫിൽ ഈമാനി, അല്ലെ, അത് തെളിവാണ്. ഈമാനിലുള്ള അവരുടെ ഈ ഐക്യപ്പെടലാണ്, ഈമാനിൽ പങ്കാളികളായതിന്റെ പേരിലാണ് പ്രാർത്ഥിക്കുന്നത്. വഅന്നഹും താബിഊന ലിസ്സഹാബത്തി ഫീ അഖായിദിൽ ഈമാനി വഉസൂലിഹി. എന്താ അങ്ങനെ പറഞ്ഞാല്? ഇപ്പോ നമ്മുടെ സമൂഹത്തിൽപ്പെട്ട ആൾക്കാർ, ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ അഹ്ലുസുന്നയാണ്, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്താണ് അവകാശപ്പെടുന്നത്. പക്ഷേ അള്ളാഹു അല്ലാത്ത ഏത് ശക്തിയോടും പ്രാർത്ഥിച്ചാൽ ഒരു കുഴപ്പമല്ല. പ്രാർത്ഥന രണ്ട് തരമുണ്ട്. ഒന്ന് ഇബാദത്താകുന്ന പ്രാർത്ഥന, മറ്റൊന്ന് ഇബാദത്താകാത്ത പ്രാർത്ഥന. അങ്ങനെയൊക്കെ പറഞ്ഞ് പാമരന്മാരായ മനുഷ്യന്മാരെ പറ്റിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ അവകാശപ്പെടുന്ന എന്താണ്? ഞങ്ങൾ അഹ്ലുസുന്നത്തുൽ ജമാഅത്താണ്. ഈ പറഞ്ഞത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വിശ്വാസത്തിൽ അവർ പിൻപറ്റിയവർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശം എന്താണ്? ശരിയായ വിശ്വാസമാണ്, അല്ലെ? ഖുർആനിലെ ഏത് ആയത്തിലാണ് ദുആ രണ്ട് തരത്തിലുണ്ട്? അള്ളാഹുവിനോട് നേർക്കുനേർ പ്രാർത്ഥിക്കാൻ പറ്റിയതും അതേപോലെ തന്നെ അള്ളാഹിന്റെ ഔലിയാക്കന്മാരെന്ന് പറയപ്പെടുന്നവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയതും, ഇങ്ങനെ രണ്ട് തരത്തിൽ ദുആ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ടോ? അല്ലെങ്കിൽ ഹദീസ് പരിചയപ്പെടുത്തുന്നുണ്ടോ? അപ്പൊ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് പാമരന്മാരായ മനുഷ്യന്മാരെ വിശ്വാസത്തെ പഠിപ്പിക്കുന്ന ആ വിശ്വാസം അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഏതാ വിശ്വാസം? വഹും അഹ്ലുസുന്ന വൽ ജമാഅ. അല്ലാമ സാഹിത്യം പറയാണ്, ഈ പറഞ്ഞ വിശ്വാസം ആരുടെ വിശ്വാസം എന്നറിയോ? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസമാകുന്നു. അല്ലദീന ലാ യുസദ്ദിഖു ഹാദൽ വസ്ഫ താമ ഇല്ലാ അലൈഹിം, ഈ ലാ യസ്ദുഖു ഹാദൽ വസ്ഫ താമ ഇല്ലാ അലൈഹിം, ഈ വിശേഷണം പൂർണ്ണമായും യോജിക്കുക അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾക്കാകുന്നു, അല്ലെങ്കിൽ അഹ്ലുസുന്നക്കാകുന്നു. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം രണ്ട് മൂന്ന് കാര്യം. ഒന്ന്, നമ്മൾ സത്യവിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അല്ലെ? ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. നമ്മൾ സാധാരണ കേൾക്കുന്നത് ഒരു ഹദീസ് ഉണ്ട്. എന്താണത്? ഒരാളുടെ അഭാവത്തിൽ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ മലക്കുകൾ പറയും വലക ബിമിസ്ൽ, താങ്കൾക്കും അതുപോലെ അള്ളാഹു നന്മ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുമെന്നാണ് മലക്കുകൾ പ്രാർത്ഥിക്കും. മറ്റൊന്ന്, നമ്മുടെ മനസ്സിൽ ഒരു വിശ്വാസിയോടും ഒരു വിദ്വേഷമോ വെറുപ്പോ അസൂയയോ നമ്മൾ കാത്തു സൂക്ഷിക്കാൻ പാടില്ല. ഇതോടെ ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട് ഒരു സഹാബിയെ കുറിച്ച്. പക്ഷെ ഹദീസിന്റെ സനദിൽ ദുഅഫ് പറയുന്നുണ്ട്. നിങ്ങളിലേക്ക് ഇതാ ഒരു സ്വർഗാവകാശിയായ ഒരാൾ കടന്നു വരും എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ പറഞ്ഞ സംഭവം. അങ്ങനെ വന്ന ആള്, ആ ആളെ ഇവർ നോക്കി 3 പ്രാവശ്യം പറഞ്ഞപ്പോഴും ഒരേ ആളാണ് കടന്നു വന്നത്. ആ മനുഷ്യനെ സ്വഹാബത്ത് പിന്തുടർന്നു. അങ്ങനെ അയാളെ കാര്യങ്ങളൊക്കെ ഇബാദത്തുകളൊക്കെ പരിശോധിച്ചു. അപ്പൊ അയാൾ സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുന്നത്. പക്ഷേ അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇങ്ങനെ റസൂൽ പറയാൻ കാരണം? അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണ്? ഞാൻ നിങ്ങൾ ചെയ്യുന്ന ഇബാദത്തുകൾ ചെയ്യുന്നു, പക്ഷേ ഒരു സത്യവിശ്വാസിയോട് ഞാൻ മനസ്സിൽ ഈർഷ്യത സൂക്ഷിക്കാറില്ല, അല്ലെങ്കിൽ കാണിക്കാറില്ല. ഹദീസിന്റെ സനദിനെ കുറിച്ച് തഫ്സീറിൽ അത്ര പ്രബലമല്ല എന്ന് അഭിപ്രായപ്പെട്ടത് കാണാൻ സാധിക്കും. ശരി, അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ മനസ്സിൽ മറ്റു സത്യവിശ്വാസികളായ മറ്റുള്ളവരോട് ഒരു തരത്തിലും വിദ്വേഷമോ വെറുപ്പോ ഉണ്ടാകാൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഏതെങ്കിലും തരത്തിൽ സംഘടനാപരമായ പ്രശ്നത്തിന്റെ പേരിലോ ആദർശപരമായ വിയോജിപ്പിന്റെ പേരിലോ, അല്ലെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണത്തിന്റെ പേരിലോ വിദ്വേഷമോ പകയോ വെറുപ്പോ മനസ്സിൽ കൊണ്ടു നടക്കുക എന്നത് നമുക്ക് പാടില്ലാത്ത കാര്യമാകുന്നു. മൂന്നാമത്തെ ഒരു കാര്യം എന്താണ്? ആരെയാണ് അള്ളാഹു ഇവിടെ പുകഴ്ത്തി പറഞ്ഞത്? സ്വഹാബത്തിന്റെ വിശ്വാസത്തെ കൃത്യമായി പിൻപറ്റിയ ആൾക്കാരെ, എന്തെങ്കിലും അന്ധവിശ്വാസമായിട്ട് നടക്കുന്ന ആൾക്കാരെ അല്ല. അള്ളാഹു അല്ലാത്ത ഒരു ശക്തിയെയും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച ആ വിശ്വാസം സ്വീകരിച്ച ആളെ സൂറത്ത് ജിന്നിൽ കാണാം. ഇന്നമാ അദുഉ റബ്ബി, നബിയെ പറയുക, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ. വലാ ഉശ്രികു ബിഹി അഹദ, ഞാൻ അവരിൽ ഒരാളെയും പങ്കു ചേർക്കുകയില്ല. ഇത് റസൂലിനോട് പ്രഖ്യാപിക്കാൻ വേണ്ടി പറയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും അങ്ങനെ പ്രാർത്ഥിക്കൽ, അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കൽ, അത് പിഴച്ച വാദമാണ്, പിഴച്ച മാർഗമാണെന്നൊക്കെയാണ് സാധാരണ മനുഷ്യന്മാരെ പറഞ്ഞ് പുരോഹിതന്മാര് പറ്റിക്കുന്നത്. ശരി, അപ്പൊ നമ്മൾ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കണം. വല്ലദീന, യാതൊരു കൂട്ടരും. ആരാണവർ? യഖൂലുന, അവർ പറയും, റബ്ബന ഗ്ഫിർ ലനാ, റബ്ബേ ഞങ്ങൾക്ക് നീ പുറത്തു വരണേ, വലി ഇഖ്വാനിന, ഞങ്ങളുടെ സഹോദരങ്ങൾക്കും പുറത്തു കൊടുക്കണേ. റബ്ബന ഗ്ഫിർ ലനാ വലി ഇഖ്വാനിന. ആരാണവർ? അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, ഞങ്ങൾക്ക് മുമ്പ് വിശ്വാസം സ്വീകരിച്ച് മുൻകടന്നു പോയ ഞങ്ങളുടെ സഹോദരന്മാർക്ക്. ഇനി വലാ തജ്അൽ, നീ ഉണ്ടാക്കല്ലേ, ഫീ ഖുലൂബിന, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ, ഗില്ലൻ, പകയുണ്ടാക്കല്ലേ, ലില്ലദീന ആമനു, സത്യവിശ്വാസികളോട്, റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, ഇന്നക റഊഫുർ റഹീം, നീ ഏറെ അനുകമ്പയുള്ളവനും കാരുണ്യമുള്ളവനുമാകുന്നു.
അപ്പൊ നമ്മള് നിർവഹിക്കുന്ന ഇബാദാത്തുകളും അമൽ സ്വാലിഹാത്തുകളും എന്തൊക്കെ സൽപ്രവർത്തനങ്ങളുണ്ടോ അതൊക്കെ ഫലപ്രദമാകണമെങ്കിൽ, അള്ളാഹുവിങ്കിൽ സ്വീകാര്യയോഗ്യമാകണമെങ്കിൽ മാനസികമായ വിശുദ്ധി കാത്തു സൂക്ഷിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന കേൾക്കാറുണ്ടല്ലോ. എന്താണത്? അദ്ദേഹം പ്രാർത്ഥിച്ച കൂട്ടത്തിൽ പറഞ്ഞു, ധാരാളം കാര്യങ്ങൾ പറഞ്ഞു. സൂറത്ത് ഇബ്രാഹിമിൽ കാണാം. അവിടെ അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ? റബ്ബിലാ തുഖ്സിനി യൗമ യുബ്അസൂൻ. അല്ലേ? അള്ളാഹുവേ, അന്ത്യനാളിൽ ഖിയാമത്ത് നാളിൽ നീ എന്നെ അപമാനിക്കല്ലേ. പിന്നെ അദ്ദേഹം പറഞ്ഞു, യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. അല്ലേ? യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ, സമ്പത്തും സന്താനങ്ങളും ഉപകരിക്കാത്തൊരു ദിവസം. അന്ന് എന്താണ് ഉപകരിക്കുക? ഇല്ലാമൻ അത്തല്ലാഹ, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നവനല്ലാതെ അന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ബി ഖൽബിൻ സലീം, കറ പുരളാത്തൊരു മനസ്സുമായിട്ട്. അപ്പൊ നമ്മൾ എപ്പോഴും പേടിക്കേണ്ട, നമ്മൾ സൂക്ഷിക്കേണ്ട, ഭയപ്പെടേണ്ട കാര്യമാണ്. ഇവിടെ ചിലപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടോ? വേറെ ആളെ കുറ്റം പറഞ്ഞാൽ, വേറെ ആളെ ആക്ഷേപിച്ചാൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യത്തിൽ മറ്റൊരാളുടെ ഈർഷ്യത കാണിച്ചാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും നമ്മളെ പുകഴ്ത്താനും കാണണം. പക്ഷെ നമ്മുടെ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ കഴിയോ? അല്ലെങ്കിൽ നമ്മളെ പരലോകത്ത് നമ്മുടെ കർമ്മങ്ങൾ നഷ്ടപ്പെടാതെ കാരണമായി തീരുമോ? ഇതൊക്കെ പേടിക്കേണ്ട കാര്യമാണ്. അപ്പൊ ഇല്ലാമൻ അത്തല്ലാഹു ബി ഖൽബിൻ സലീം എന്ന് പറഞ്ഞാൽ എന്താ ഖൽബുൻ സലീം? ധാരാളം കാര്യങ്ങൾ പറഞ്ഞു കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് അത് പിന്നെ വിശദീകരിക്കാം. നമ്മുടെ സമയം അവസാനിച്ചു. നമ്മളിപ്പോ ഇന്ന് ഒരായത്തെ എടുത്തിട്ടുള്ളൂ. കഴിഞ്ഞ ഒരു ആയത്തിന്റെ അവസാന ഭാഗം നമ്മൾ കുറച്ച് വിശദീകരിച്ചു. ഏതായിരുന്നാലും ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. നമ്മളൊക്കെ ആത്മാർത്ഥമായി ദുആ ചെയ്യേണ്ട കാര്യമാണ് ഈ ദുആ. റബ്ബന ഗ്ഫിർ ലനാ വലിഇഖ്വാനിൽ ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബന ഇന്നക റഊഫുർ റഹീം. അപ്പോ ഏത് വിഷയത്തിലാണെങ്കിലും മറ്റുള്ളവരുമായിട്ടുള്ള വിയോജിപ്പുകൾ, അല്ലെ, ആശയപരമാകട്ടെ മറ്റേത് തരത്തിലാകട്ടെ, അത് വിദ്വേഷത്തിലേക്കും പകയിലേക്കും അസൂയയിലേക്കും കടന്നു പോയാൽ, അതിലേക്ക് വഴി മാറിയാൽ നമ്മൾ ചെയ്യുന്ന സൽപ്രവർത്തനങ്ങൾ, ഇബാദാത്തുകൾ, അതൊക്കെ അത് നഷ്ടപ്പെടാൻ കാരണമായി തീരുമെന്ന് ഭയം നമുക്കുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോടും മനസ്സിൽ വിദ്വേഷം കാത്തു സൂക്ഷിക്കാത്ത, എല്ലാവരോടും സ്നേഹവും അതേപോലെ തന്നെ എല്ലാവർക്കും ഗുണം വരട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന മനസ്സോടുകൂടി ജീവിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. അതോടൊപ്പം യഥാർത്ഥമായ വിശ്വാസം, കലർപ്പില്ലാത്ത ശുദ്ധമായ തൗഹീദും സുന്നത്തും സ്വീകരിച്ചുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദ്